ഹലോ. സാബുമോൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ സാബുമോൻ തരികിട സാബു അല്ലേ, തരികിടയിലൂടെ വന്ന സാബു. അപ്പോൾ അത് ആ പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു, കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. എനിക്കൊന്ന് പ്രത്യേകിച്ച് അവരിപ്പോൾ എടുത്ത് പറയുന്ന പലയിടത്തും ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകളെന്ന്. അത് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കാം, കാരണം ബാക്കി ഞാൻ പറയാം. അപ്പോൾ അവർക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഞാൻ അകത്ത് പോയ സമയത്ത് അവിടെ ഈ കാർത്തിക് സൂര്യയുടെ ക്യാമറ എടുക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവരെ പുറത്ത് നിർത്തിയേക്കും 3-4 പേര്. അവരകത്തേക്കൊന്നും കയറി വരുന്നില്ല. അവിടെ ബൗൺസർ മറ്റേ അമ്പാൻ നിൽപ്പുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്കൊരു ബൈറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരു ബൈറ്റ് കൊടുത്തു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പരിപാടിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു, ജസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷമായിരിക്കും സാബുമോൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അതിന് മുമ്പാണ് ശേഷമെന്ന് അറിയത്തില്ല. എന്തൊക്കെയായിരുന്നാലും ആ ഒരു പ്രവണതയോട് ഇപ്പോൾ 2 ഭാഗം ഇതിനകത്ത് പറയാം. അതിനകത്ത് എടുത്തു പറയുന്ന ആ നീലക്കുയിൽ എന്നുള്ള ഒരു പേജാണ്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ചിലരുടെ ഇതുപോലെ വിവാഹം നടക്കുന്ന സമയത്ത്, എനിക്ക് സിജോയുടെ മാരേജ് നടന്ന സമയത്തും കുറേ ഓൺലൈൻ മീഡിയാസ് ഇടിച്ചു കയറി വന്നു. ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു അതിൻ്റെ ഫംഗ്ഷൻ നടന്നത്. അവിടെ ഈ പറയുന്നത് ഒത്തിരി ആളുകൾ വന്നിട്ട് വീട്ടിലുള്ളവർക്ക് പോലും കല്യാണം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വളഞ്ഞു നിന്ന് ഒരുപാട്, ഞാനൊക്കെ അനൗൺസ് ചെയ്ത് ഒരുപാട് പറഞ്ഞു. ഞാൻ ആ പ്രോഗ്രാം ആങ്കർ ചെയ്തത്. അത് വലിയ ശല്യത്തിലേക്ക് പോയി ഒരു വിഭാഗം ആളുകൾ. എല്ലാവരും അങ്ങനെയാണെന്നല്ല.